Hi friends, welcome to Garam Masala, the magic spices of cooking. പുഴമീൻ കറി. ഇന്ന് നമുക്ക് പുഴമീൻ കറി തയ്യാറാക്കാം. റൈസ്, ചപ്പാത്തി, അപ്പം ഇവയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിനു വേണ്ട ചേരുവകൾ: പുഴമീൻ 1 കിലോ. ഇവിടെ ഞാൻ പല ടൈപ്പുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിനെ ക്ലീൻ ചെയ്തെടുക്കണം, നന്നായി ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. ഇതിനെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീനാണിത്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ: മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 8 എണ്ണം, ഉപ്പ്. കറി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ചെറിയ ഉള്ളി 1 കപ്പ്, തക്കാളി 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, കറിവേപ്പില, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്തെടുത്തത്, പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ, ഉപ്പ്, വെള്ളം, വിനാഗിരി. ആദ്യം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി ഇവയെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തതാണിത്. വെള്ളം ചേർക്കാതെ വേണം ഇതിനെ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പേസ്റ്റിനെ നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ മീനിനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ മൺചട്ടിയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വീതം ചെറിയ ഉള്ളി, തക്കാളി, 3 പച്ചമുളക് ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും. ചെറിയ മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തുവരും. ഇപ്പോൾ നമ്മുടെ മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ചുഴറ്റിയതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് പുഴമീൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസ്, ചപ്പാത്തി, അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.